ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു കല്യാണമുണ്ട്. പത്തനാപുരത്താണ് കല്യാണം. ഞങ്ങളങ്ങനെ പോവുകയാണ്. ന്യൂ മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. അപ്പം ഞാനും എൻ്റെ ഫാമിലി അങ്ങനെ കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളും വരുന്നുണ്ടെങ്കിൽ പോരെ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏനാറ് മണ്ണടി വഴിയാണ് പോകുന്നത്. ഏഴംകുളത്ത് ചെന്ന് അവിടുന്ന് പത്തനാപുരം റൂട്ടാണ്. അങ്ങനെ പത്തനാപുരം എത്തണ്ട, അതിന് മുമ്പായിട്ടാണ് ഓഡിറ്റോറിയം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെയാണ് കാണുന്നത്. അവിടെ കുറേ കൃഷി ചെയ്യുന്നുണ്ടത്. പിന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്. അവിടെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങിപ്പോയില്ല. ഇങ്ങനെ നേരെ റോഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത് എത്തി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറുന്നു. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞു. മഹറെല്ലാം കൊടുത്ത് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം നമ്മളും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ നാടൻ സദ്യയാണ് കഴിച്ചത്. അപ്പോൾ ഇഞ്ചിയും മാങ്ങ അച്ചാർ, അവിയൽ, തോരൻ, പപ്പടം, പിന്നെ നല്ല മീൻ കറി ഉണ്ടായിരുന്നു, പരിപ്പ് കറി. ഇതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ബിരിയാണിയൊന്നും വേണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ ബിരിയാണിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. എൻ്റെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താറായി ഗൈസ്. അങ്ങനെ കല്യാണത്തിന് നല്ല അടിപൊളി ഒരു കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ വീട്ടിലെത്താറായി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ടില്ല, അവിടെ റബ്ബറാണ് ഇവിടെ എല്ലാം. നമ്മുടെ ആ സ്ഥലത്തെല്ലാം റബ്ബറാണ്. കുറേ റബ്ബർ തോട്ടങ്ങളാണ്. നമ്മുടെ അവരുടെ റബ്ബർ തോട്ടങ്ങളാണ്. അവിടെ ചെന്നാലും നമുക്കൊരു നല്ലൊരു സ്ഥലം അവിടെ കാണാൻ പറ്റും. വയലും മണ്ണടിയിൽ വയലും നല്ല